അത്തരമൊരു പൈങ്കിളി സിനിമാ കഥയെ വിജയകരമായി ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് പിണറായി മരുമകൻ റിയാസ്. ആ പുച്ഛം മാത്രമാണ് ഇന്ന് റിയാസിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർന്നു വന്ന വാക്കുകൾ. മെറിറ്റിൽ വന്നവനാണോ വി ഡി സതീശൻ? അല്ലാതെ താങ്കളെപ്പോലെ അമ്മായിച്ചന്റെ സ്ത്രീധന തുകയിൽ ബാക്കി വെച്ച സ്വർണ്ണ തൂക്കത്തിന് മന്ത്രി കസേരയുടെ വിലയിട്ട് നെപ്പോട്ടിസം വഴി വന്നതല്ല പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. PM മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ എന്ന സ്വന്തം അമ്മായിയപ്പന്റെ തിണ്ണമെടുക്കുകൊണ്ട മന്ത്രിയായ സഖാവ്. 2 വട്ടം മത്സരിച്ചവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് തീട്ടൂരമിറക്കിയ പിണറായി വിജയൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ ഒഴിവാക്കി ആദ്യമായി ജയിച്ചു കയറിയ സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി. 2 പണം വാരി വകുപ്പുകളും നൽകി. പൊതുമരാമത്തും ടൂറിസവും. പച്ചയ്ക്ക് പറഞ്ഞാൽ അമ്മായിയപ്പൻ്റെ തണലിൽ മന്ത്രിസ്ഥാനം കിട്ടിയ റിയാസ് ആ പത്രാസിൽ ഞെളിഞ്ഞു നടക്കുന്നു, ഉളുപ്പില്ലാതെ. KK ശൈലജയെ പോലെ ജനസമ്മതരായ നേതാക്കൾ ഉള്ളപ്പോഴാണ് ഈ റിയാസിനെ മന്ത്രിയായി അവരോധിച്ചത്. പിണറായി വിജയൻ്റെ മരുമകൻ അല്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥാനം റിയാസിന് കിട്ടുമായിരുന്നോ എന്നുകൂടി സഖാക്കളും കേരളത്തിലെ പൊതുസമൂഹവും ചിന്തിക്കണം. 2 ദിവസം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മുഹമ്മദ് റിയാസ് അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. കേരളത്തെ തറവാട്ട് സ്വത്തായി കാണുന്ന അമ്മായിയപ്പനും മരുമകനും അല്ലെങ്കിലും എന്തുമാകാമല്ലോ. റിയാസിൻ്റെ പരാമർശത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി നിഷ സോമൻ തെറ്റയിൽ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരുന്നു. നിഷയുടെ മറുപടി ഇങ്ങനെ: നമസ്കാരം. ഒന്നുമല്ലാതായി തീരുമെന്ന് സ്വയം ബോധ്യമുള്ള ഒരാൾക്ക് രക്ഷപ്പെടാൻ എളുപ്പവഴികൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. അത്തരമൊരു പൈങ്കിളി സിനിമാ കഥയെ വിജയകരമായി ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് പിണറായി മരുമകൻ റിയാസ്. ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് മുഴുവൻ പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം മഹാനായ ഒരു പ്രവാചകന്റെ പേര് കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പൈങ്കിളി സൃഷ്ടിയോട് ആ പേര് ചേർത്ത് വിളിക്കാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു കഴിവും തനിക്കില്ല എന്ന് സ്വയം തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തണലിൽ എന്തെങ്കിലും ആയിത്തീർന്നവർക്ക് കഠിന പരിശ്രമത്തിലൂടെ ഉയർന്നു വരുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ്. ആ പുച്ഛം മാത്രമാണ് ഇന്ന് റിയാസിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർന്നു വന്ന വാക്കുകൾ. അത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും. 4 ആളെ മുന്നിൽ നിർത്തി പ്രസംഗിക്കാൻ അറിയാത്ത റിയാസ്, 4 ആളെ പിന്നിൽ നിർത്തി മുദ്രാവാക്യം വിളിക്കാൻ അറിയാത്ത റിയാസ്. ഇങ്ങനെയൊക്കെയാണ് താങ്കളെക്കുറിച്ച് പൊതുവെയുള്ള ജനസംസാരം. പിണറായി എന്ന ഭീരുവായ മുഖ്യമന്ത്രിയുടെ കുടുംബബലത്തിൽ മന്ത്രി കസേര കിട്ടിയപ്പോൾ മാത്രം ശബ്ദം തിരിച്ചു കിട്ടിയ റിയാസാണ് വി ഡി സതീശനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത്. ആര് പറഞ്ഞു റിയാസെ വി ഡി സതീശന് UDF-ൽ വിലയില്ല എന്ന്? KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രം പറഞ്ഞു വെച്ച ഒരു ഡയലോഗ് കടമെടുത്ത് പറയട്ടെ: മെറിറ്റിൽ വന്നവനാണോ വി ഡി സതീശൻ? അല്ലാതെ താങ്കളെപ്പോലെ അമ്മായിച്ചന്റെ സ്ത്രീധന തുകയിൽ ബാക്കി വെച്ച സ്വർണ്ണ തൂക്കത്തിന് മന്ത്രി കസേരയുടെ വിലയിട്ട് നെപ്പോട്ടിസം വഴി വന്നതല്ല പ്രതിപക്ഷ നേതാവ്. നല്ല പൊന്നും വില കൊടുത്ത് കൂടെ നിന്ന് ചേർത്ത് പിടിച്ച് തന്നെയാണോ UDF ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആദരിക്കുന്നതും കൊണ്ടു നടക്കുന്നതും? അമ്മായിയച്ഛൻ മന്ത്രിക്കുപ്പായം ഊരി വീട്ടിൽ വിശ്രമിക്കാൻ തുടങ്ങിയാൽ തീരുന്നതേ ഉള്ളൂ താങ്കളുടെ ഈ നെകളിപ്പ്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാകും പിന്നെ താങ്കളുടെ ഗതി LDF-ൽ. അതുകൊണ്ട് തൽക്കാലം മരുമോൻ മന്ത്രി അമ്മായിയച്ഛന്റെ സ്തുതി പാഠകരുമായി നല്ല ചങ്ങാത്തത്തിൽ നിന്ന് ആ കസേര പോവാതെ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക.